ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു 1:1 വീഡിയോ എടുക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നോർമലി ഡെയിലി നമ്മുടെ ഓരോ വോക്കിലും നല്ലൊരു 5 ഫോട്ടോസ് എടുക്കാനാണ് നോക്കുന്നത്. ഇന്നും അങ്ങനെ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നോർമൽ ഫോട്ടോസിനെ നമുക്ക് എങ്ങനെ നമ്മുടെ സ്വന്തം ഫോട്ടോസ് ആക്കാം, അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് ഫീൽ കൊടുക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചെറിയ പൂക്കളുടെ ആണെങ്കിൽ തന്നെ അതെങ്ങനെ നമുക്ക് വ്യത്യസ്തമാക്കാം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കാം എന്ന് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഓൺ ക്യാമറ ഫുട്ടേജിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഒരു റോഡ് സൈഡിലാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം, റോഡാണ്. ചെറിയൊരു റോഡ് സൈഡിലൊരു ചെടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ കാരണം നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മീൻസ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫോട്ടോ കുറച്ച് ബെറ്റർ ആയിരിക്കും ക്ലീൻ ബാക്ക്ഗ്രൗണ്ടിൽ. നമുക്കിപ്പം ഒരു പൂ നല്ല ഹൈറ്റിൽ, ഒരു പൂ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ് ആ രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് രീതി നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുമെന്ന്. അതിനു വേണ്ടിയാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഷോട്ട് എടുക്കുവാണ്. ഇന്ന് മാനുവൽ ഫോക്കസ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ചെടികൾ നന്നായിട്ട് ആടുന്നുണ്ട്. ഞാനിപ്പോൾ ഇച്ചിരി ഒന്ന് ക്യാമറ ചരിച്ചു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അത് നമ്മുടെ ചിത്രത്തെ വലുതായിട്ട് അഫക്റ്റ് ചെയ്തില്ല, ചെരിഞ്ഞ ഒരു ലുക്ക്. അതുപോലെ ഞാൻ 1.8 ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ 1.8 പോലുള്ള ഓപ്പണിങ് യൂസ് ചെയ്യരുതെന്ന്. ഒരു 2.2 മാറി. എനിക്ക് തോന്നുന്നു ഇതും ഓക്കെ ആണെന്ന് തോന്നുന്നു. എക്സ്പോഷർ കറക്റ്റാക്കി. 2 പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതൊരു ഫോക്കസ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനിലാണ്. മുൻപിലുള്ളതിൽ വേണം, പുറകിലുള്ളതിൽ വേണം. ഓക്കെ, മുൻപിലുള്ള പൂവിൽ ഫോക്കസ് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ഷോട്ട് കൂട്ടി ഒന്നും കൂടെ നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, ഇപ്പോൾ കോമ്പസിഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പസിഷൻ്റെ ഇതാണ്. 2 പൂവിൻ്റെ ചോയ്സ്, ബാക്ക്ഗ്രൗണ്ട്. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് മെയിനാണ്. നിങ്ങളപ്പം ബാക്ക്ഗ്രൗണ്ട് നോക്കുക. ഇനി അടുത്ത ഷോട്ടിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ വളരെ നോർമലായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ കുറച്ച് നേരമായിട്ട് തപ്പി നടക്കുമായിരുന്നു, ജസ്റ്റ് നിങ്ങളൊന്ന് ഡെമോ കാണിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ റോഡ് സൈഡിൽ ജസ്റ്റ് ഒരു കുറച്ച് പൂക്കളാണ്. ഓക്കെ, ഇപ്പോൾ മിക്ക ആളുകളും ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെയാണ്. മീൻസ് നമ്മളിപ്പോൾ ഇങ്ങനൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ, ഒരു ക്ലിക്ക് എടുത്തു. ഇതിനകത്ത് റോഡ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ റോഡ് അല്ലെങ്കിൽ പാർക്ക് ചെയ്ത വണ്ടികൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഇച്ചിരി കൂടെ നമ്മുടെ ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഷോട്ട് കിട്ടും. ഞാനിപ്പം ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ, വീണ്ടും മാനുവലിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്ത് പിടിച്ചു. ഇച്ചിരിയും കൂടെ ബാക്കിലോട്ട് ഇറങ്ങി കോമ്പസിഷൻ ഒന്ന് കറക്റ്റാക്കി. ഇത് ജസ്റ്റ് റോഡ് സൈഡ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഞാനപ്പോൾ ക്ലിക്ക് എടുത്തു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 50mm ലെൻസ്, ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ ഒരു 50mm ലെൻസ് ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു ഇപ്പോൾ 85mm ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കിടിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത് റോഡ് സൈഡാണോ അല്ലെന്ന് നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഷോട്ടിൻ്റെ ബേസിക് ഐഡിയ, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 2 ഫോട്ടോ സിമിലർ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്ത് നിങ്ങളെ കാണിച്ചു. നമുക്ക് ആംഗിൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു നോർമൽ ഒബ്ജക്റ്റിനെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കി എടുക്കാൻ സാധിക്കും. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു വൈഡ് അപ്പർച്ചറുള്ള അല്ലെങ്കിൽ 1.8 ഓപ്പണിംഗ് ഒക്കെ ഉള്ളൊരു ലെൻസ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 50mm 1.8 വലിയ വിലയില്ല. കുറച്ച് നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് അധികം ദൂരത്തൊന്നും പോകാതെ തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ എല്ലാ ഫോട്ടോസിലും ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഞാനിപ്പോൾ 2 ഫോട്ടോസിൽ നിന്ന് എടുത്തുള്ളൂ. പക്ഷേ യൂസ്ഫുൾ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.